എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന പറയുന്നുണ്ട്, ചന്തുമോളെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവർ ഈ തറവാട്ടിൽ കാണില്ല എന്ന്. അന്നേരം ജലജ നബിയോട് പറയും, കേട്ടോ അവൾ പറഞ്ഞത്, ഈ വീട്ടിൽ നിന്ന് നമ്മളെയൊക്കെ ഇറക്കി വിടും എന്നാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നബി പറയും, ആയിക്കോട്ടെ, അല്ലെങ്കിലും ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം തെറ്റിൽ മൂടി നിൽക്കുന്ന ഒരാളാണ് ഇന്ന് ഈ വീട് ഭരിക്കുന്നത്. അങ്ങനെ ഒരാളുടെ കീഴിൽ ഇവിടെ നിൽക്കുന്ന ഭേദം ഇവിടുന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത് എന്ന് പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചി ഇപ്പം സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ചാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് എന്ന്. അന്നേരം നമ്പി പറയും, ഇല്ല മറന്നു പോകുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം നീ അങ്ങ് ഓർത്തേക്കണം, ആ പെങ്കൊച്ച് ഇനി എൻ്റെ റൂമിലേക്ക് കയറിയേക്കരുത്, എൻ്റെ മോനെ കളിപ്പിക്കാനായിട്ട് അങ്ങോട്ട് വന്നേക്കരുത്. അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് നീ തന്നെ പറഞ്ഞു നിർത്തിക്കോണം എന്ന് പറയുക. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, നീ ആദർശിനെ പറഞ്ഞപ്പോൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവൻ ഹരിചന്ദ്രനാന്ന് പറഞ്ഞ് നടന്നതല്ലേ, എന്നിട്ടല്ലേ ആരും ചെയ്യാത്ത ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവൻ മാന്യനായിട്ട് നടക്കുന്നത് എന്നൊക്കെ ജലജ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, നിങ്ങൾ ആവശ്യമില്ലാതെ എൻ്റെ ആദർശനെ കുറ്റപ്പെടുത്തരുത്. ആദർശൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. ആദർശനെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പം നവി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയ നയനെ, നിനക്ക് എന്താ ഇതൊന്നും മനസ്സിലാകാത്തത്? ഇപ്പോഴും അയാളെ ന്യായീകരിക്കാൻ നിനക്ക് നാണമില്ലേ? എനിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ചേച്ചിയുടെ മനസ്സാണ് എനിക്കെങ്കിൽ ചേച്ചിക്കിപ്പം ഒരുപാട് നഷ്ടങ്ങളുണ്ടായേനെ. എൻ്റെ ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആദർശേട്ടൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവുക. പോയി കഴിയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അവൻ തെറ്റ് ചെയ്ത് ഒരു കുട്ടി ഉണ്ടായി അവന്, എന്നിട്ട് അത് മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നയനയോട് പറഞ്ഞു കൊടുത്തേക്കുവാണ്, അവൾ അത് വിശ്വസിച്ച് നടക്കുവാണ് എന്നൊക്കെ പറയുമ്പം നബി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് നേരാണ്, അയാൾ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട് നയനയോട്, അത് അവൾ വിശ്വസിക്കുകയും ചെയ്തു, അതാ പ്രശ്നം എന്ന് പറയുക കേട്ടോ. ഇവർ ഈ സംസാരിക്കുന്ന മൊത്തം ദേവയാനി കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും ആകെ സംശയമാകുന്നു. ദേവയാനി നേരെ കിരണിനെ വിളിക്കുക. കിരണിനെ വിളിച്ചിട്ട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കമ്പനിയിലേക്ക് പോവാണ് എന്ന് പറയും. എനിക്ക് നിന്നെ ഉടനെ ഒന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ, എന്തിനാ ആൻറ്റി, ഞാൻ അങ്ങോട്ട് വരണോ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങോട്ട് വരണ്ട, നീ അങ്ങനെ ഇനിയിപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, നമ്മളെന്നും കാണാറുള്ളൊരു ഹോട്ടലില്ലേ ഇടയ്ക്ക് ഒത്തുകൂടാറില്ലേ, അവിടേക്ക് ഞാൻ വരാമെന്ന് പറയും. വരാമെന്ന് കിരണും പറയുന്നുണ്ട്. അത് ഫോൺ വെച്ചതിന് ശേഷം കിരൺ ആലോചിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ പോലും എന്നൊക്കെ. എന്തായാലും ദേവയാനി കിരണിനെ കാണാനായിട്ട് പോരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ഫ്രണ്ടിൽ കിരണിൻ്റെ വണ്ടി പോകുന്ന കാണും കേട്ടോ. അന്നേരം ദേവയാനി ഫോൺ വിളിച്ചിട്ട്, മോനെ ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോകേണ്ട കാര്യമില്ല, എൻ്റെ ഫ്രണ്ടിലുണ്ട് മോൻ്റെ വണ്ടി, എവിടെയെങ്കിലും ഒതുക്ക്, നമുക്ക് കാണാമെന്ന് പറയുവാണ്. അങ്ങനെ കിരൺ ഒരിടത്ത് കൊണ്ട് വണ്ടി ഒതുക്കുന്നു. രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദേവയാനി കിരണിനോട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പം വന്നത് എന്തിനാണ് എന്ന്. മോനെ കുറച്ചൊക്കെ മനസ്സിലായി കാണും, വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ മോനെ അറിയാലോ, അതുകൊണ്ട് തന്നെ മോന് കുറേയൊക്കെ സത്യങ്ങളും അറിയാമായിരിക്കും. അതുകൊണ്ട് എന്നോട് തുറന്നു പറയണം, എന്താണ് സംഭവിച്ചത്? ഈ അനഘ എന്ന പെൺകുട്ടിയെ ആദർശിനെ അറിയാവോ? ആദർശിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മോൻ അറിയാവുന്ന സത്യങ്ങളെല്ലാം എന്നോട് പറയണം എന്ന് പറയും. അന്നേരം കിരൺ ഇങ്ങനെ അന്തിച്ച് നിൽക്കുവാണേ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോനെ ഞാനും രൂപയും തമ്മിലുള്ള ബന്ധം മോൻ അറിയാലോ, ഞങ്ങൾ ഒന്നാണ്, അതുപോലെ ആണ് നിങ്ങളും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് മനസ്സ് തുറന്ന് എന്നോട് പറയണം, എന്താണ് സംഭവിച്ചത് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിക്കുമ്പം കിരൺ പറയുന്നുണ്ട്, ആൻറ്റി ഒരു കാര്യത്തിൽ സമാധാനിച്ചു, ആദർശിൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്ന് പറയും. അന്തേക്കും ദേവയാനിക്ക് ഒരു ആശ്വാസമാവുകയെ. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അവൻ്റെ കുഞ്ഞല്ല അത് എങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ഈ തെറ്റെടുത്ത് തലയിലേക്ക് വെച്ചത്? എന്നിട്ട് എന്തിനാണ് അവൻ ഞങ്ങളെല്ലാവരെയും നാണം കെടുത്തിയത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല, എന്താ കാരണം എന്ന് ചോദിക്കും. അന്നേരം കിരൺ പറയുന്നുണ്ട്, അതിന് കാരണമുണ്ട് ആൻറ്റി, ഒരു കാര്യം ഓർക്കണം, മൂർത്തി മുത്തശ്ശൻ ഒരിക്കലും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യില്ല. ആ മുത്തശ്ശൻ ആദർശിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു കാരണമുണ്ട് എന്ന് ആൻറ്റിക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം നയനയ്ക്കറിയാം. അതുകൊണ്ട് നയനയോട് ചോദിച്ചാൽ മതി, എനിക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇതാരോടും പറയണ്ട എന്ന് ആദർശ് പറഞ്ഞിട്ട് ഞാൻ ഇത്രയൊക്കെ ആൻറ്റിയോട് പറഞ്ഞത് ആൻറ്റിയുടെ വിഷമം കണ്ടിട്ടാണ് എന്ന് പറയും. അന്നേരം ദേവേന പറയും, കുഴപ്പമില്ല, എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതിയായിരുന്നു, ബാക്കി ഞാൻ നയനയോട് ചോദിച്ചോളാം എന്ന് പറയുന്നു. എന്നിട്ട് അവരവിടുന്ന് പിരിയുവാട്ടോ. അതിനിടയ്ക്ക് കിരൺ പറയുന്നുണ്ട്, സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് ചന്തുമോളെ അവിടെ നിർത്താൻ പറ്റില്ല, എന്നെന്തെങ്കിലും
തോന്നിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കുട്ടി അനാഥയാകത്തൊന്നുമില്ല. ഞാനും കല്യാണിയും വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞങ്ങളുടെ കല്ലുമോളുടെ ചേച്ചിയായിട്ട് അവൾ അവിടെ വളർന്നോളൂ എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കില്ല മോനെ. അനന്തപുരിയിലുള്ളവർ അത്രയ്ക്കും കണ്ണിച്ചോരില്ലാത്തവരല്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വണ്ടിയിലിങ്ങ് പോരുമ്പോഴും ദേവേനി ഇതിനെപ്പറ്റി തന്നെയാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞ് നയനെ വിളിക്കുക. അപ്പം നയന ഓഫീസിലുണ്ട്, ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ എന്തിനാ അമ്മയെന്ന് ചോദിക്കും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, എനിക്ക് മോളെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. അത് ആദർശ് അറിയുകയും വേണ്ട എന്ന് പറയാം. അന്നേരം നയന ചോദിക്കും, അതെന്താ ആദർശേട്ടന് അറിയണ്ട എന്ന് പറഞ്ഞാൽ, ആദർശേട്ടനോടുള്ള ദേഷ്യം ഇതുവരെ അമ്മയ്ക്ക് കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ പിന്നെ പറയാം, മോക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം, ഞാൻ എന്ത് പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങും എന്ന് ചോദിക്കുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ഇഷ്ടം പോലെ കള്ളത്തരങ്ങൾ പറയുന്നതല്ലേ, അതിൻ്റെ കൂടുതൽ ഓർമ്മയോട് പറഞ്ഞാൽ മതിയെന്ന്. അന്നേരം നയന ചോദിക്കും, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന്. അന്നേരം ദേഷ്യം പറഞ്ഞിട്ടുണ്ട് ദേവേനിക്ക്, ഒന്ന് വരാൻ പറ്റുമോ മോൾക്ക് എന്ന് ചോദിക്കുമ്പോൾ, ആ വരാം എന്ന് പറയുന്നു. ഏതായാലും വരുന്നു, അവർ പരസ്പരം കാണുക. അന്നേരം ദേവേനി പറയുന്നുണ്ട്, പണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായ കാര്യം മോൾക്കറിയാമല്ലോ, എന്നെ സഹായിച്ചത് മോളായിരുന്നു, അത് മറച്ചു വെച്ചു, അത് ഞാൻ കണ്ടുപിടിച്ച് നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴും ആദർശിനോട് അത് പറഞ്ഞില്ല. അന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം മോൾക്കറിയാം. അന്ന് നിങ്ങളൊരു തീരുമാനം എടുത്തതാണ്, സ്നേഹിക്കുന്നവരിൽ നിന്നും ഒന്നും മറച്ചു വെക്കില്ല എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് മോള് ഈ സത്യം എന്നോട് മറച്ചു വെച്ചത്? എന്നോട് കിരൺ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് പറയുമ്പം, അതെന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ അമ്മയോട് തുറന്ന് പറയാം, അതിനു മുമ്പ് നമുക്ക് രണ്ടുപേർക്കൂടെ ഒരു സ്ഥലത്ത് വരെ പോകണം, ഒരാളെ കാണണം എന്ന് പറയുമ്പം ദേവേനി ചോദിക്കും, അതാരാ മോളെ എന്ന് ചോദിക്കുമ്പം, അതൊക്കെ അമ്മയെ പറഞ്ഞു തരാം, അമ്മ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറയുവാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് അനഘയുടെ അടുത്തോട്ടാണ്. അന്നേരം അനഘയെ നോക്കുന്ന ചേച്ചി പുറത്ത് ചെടിയൊക്കെ നനച്ചുകൊണ്ട് നിൽപ്പുണ്ട് കേട്ടോ. അന്നേരം അവരാരാണ് ഇതെന്ന് ചോദിക്കുമ്പം, ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എന്ന് പറയും. എന്നിട്ട് ഞങ്ങളൊന്ന് അനഘയെ കാണട്ടെ എന്ന് പറഞ്ഞാൽ അവർ നേരെ അകത്തോട്ട് പോവാണ്. അവിടെ ചെന്ന് അനഘയെ കണ്ടതിന് ശേഷം നയന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറയുവാണ്, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അനഘയ്ക്ക് വലിയൊരു രോഗം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവൾ നാട്ടിലേക്ക് വന്നത്. ഒരു ദിവസം മുത്തശ്ശനെ വിളിച്ച് പറഞ്ഞത്, മുത്തശ്ശൻ്റെ ഒരു കൊച്ചുമോനാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് മാത്രമാണ്, ആരാണ് എന്നും പറഞ്ഞില്ലായിരുന്നു. അതിനുശേഷം ഇങ്ങനെ വയ്യാണ്ടായി, അവളുടെ മനസ്സിലെല്ലാം ഉണ്ട്, തുറന്നു പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പറയും. എന്നിട്ട് അനഘയോട് പറയുന്നുണ്ട്, ഇത് ആദർശേട്ടൻ്റെ അമ്മയാണ്, അമ്മയോട് കുറേ കാര്യങ്ങൾ തുറന്നു പറയണം, അതിനു മുമ്പ് അനഘയൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാട്ടോ എന്ന് അനഘയോടും പറയുന്നുണ്ട്. അന്നേരം ദേവേനി അനഘയോട് സംസാരിക്കുന്നുണ്ട്, മോൾക്ക് ഒന്നും തുറന്നു പറയാൻ സാധിക്കില്ല അല്ലേ, അതിൻ്റെ വിഷമം ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നയന അനഘയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്, ഞങ്ങളിവിടെ വന്നു എന്ന് കരുതി മോൾക്കൊരു കുറവും സംഭവിക്കില്ല, അവൾ ഞങ്ങളുടെ മകളായി തന്നെ അനന്തപുരി വളരും, അനഘയെ അമ്മയ്ക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാണ്. അത് കഴിഞ്ഞ് പുറത്ത് വെച്ച് അവർ പിന്നെയും സംസാരിക്കുന്നുണ്ട്. അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട്, ആദർശല്ല തെറ്റ് ചെയ്തത് എന്ന് എനിക്കിപ്പം ബോധ്യമായി, അവൻ്റെ കുഞ്ഞല്ല ചന്തുമോള് എന്നും അറിഞ്ഞു, DNA ടെസ്റ്റിലൂടെ അത് തെളിയിച്ചു എന്ന് ഞാൻ അറിഞ്ഞതാണ്. പിന്നെ എന്തിനാ ആദർശ് ഇപ്പോഴും ഈ തെറ്റ് തലയിൽ വെച്ചേക്കുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ദേവേനി പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മ അതിനൊരു കാരണമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശനെ വിളിച്ച് അനഘ പറഞ്ഞത് മുത്തശ്ശൻ്റെ ഒരു കൊച്ചുമോനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നാണ്, അതുകൊണ്ട് തന്നെ അത് വിളിച്ചു പറയുമ്പം അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായെന്ന് പറയും. അന്നേരം ദേവേനി പറയും, ആദർശല്ല ചന്തുമോളുടെ അച്ഛൻ എന്ന് തെളിഞ്ഞു കഴിഞ്ഞു, പിന്നെ അനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യും എന്ന് എനിക്ക് വിശ്വാസമില്ല, പിന്നെ ആരെ എന്ന് ചോദിക്കുമ്പം നയന പറയുവാണ്, പിന്നെ ബാക്കിയുള്ളത് അഭിയല്ലേ, അവനാണ് ഈ തെറ്റ് ചെയ്തത് എന്ന് പറയുമ്പം ഒരു ഞെട്ടലോടെ അതിങ്ങനെ കേട്ട് നിൽക്കുവാണ് ദേവയാനിക്ക് അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ദേവയാനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.